ഹലോ ഗൈസ്, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഈ ചാനലിൽ ഞാൻ സിനിമ റിവ്യൂസും തിയേറ്റർ റിവ്യൂസാണ് ഇടുന്നത്. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ ഞാൻ ഇന്ന് പ്രകമ്പനം എന്ന് പറഞ്ഞ മൂവി കാണാനാണ് വന്നിരിക്കുന്നത്. ആസ് യൂഷ്വൽ ലേഡീസ് ഫ്ലെക്സിൽ തന്നെ. അപ്പോൾ ഈ സിനിമ കാണാനായിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ട്രെയിലർ ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു രോമാഞ്ചം, നമ്മുടെ അടികപ്പേര് ഫീൽ ടൈപ്പ് ഒരു മൂവിയായിട്ട് എനിക്ക് തോന്നി. കാരണം ഒരു ഹോസ്റ്റലിൽ നടക്കുന്ന ഒരു പ്രേത കഥ. അതുകൊണ്ട് തന്നെ ഞാൻ മെയിൻലി സിനിമ ബുക്ക് ചെയ്തു. അതുപോലെ തന്നെ അതിനകത്ത് വേറൊരു കാരണം എനിക്ക് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കലാഭവൻ നവാസിൻ്റെ അവസാനത്തെ സിനിമയാണ്. അപ്പോൾ കലാഭവൻ അവസാനം അഭിനയിച്ച സിനിമയും കൂടെ ആയതുകൊണ്ടാണ് ഈ സിനിമ ആദ്യം ഫസ്റ്റ് ഡേ എന്നെ കാണാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡേ വൈകുന്നേരം ഈവനിങ് ഷോയാണ് കാണാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത ഏരീസിൽ. അപ്പോൾ ഞാൻ എന്താ പറയുക, അപ്പോൾ എന്താ ഈ സിനിമയുടെ ഇൻ്റർവെല്ലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. എന്തായാലും നല്ലൊരു പ്രതീക്ഷയുണ്ട്. കാരണം ഒരു ഹോസ്റ്റൽ നമ്മുടെ ആ വൈബുള്ള സിനിമയില്ല, നമ്മുടെ ഇതുപോലത്തെ നമ്മുടെ ഹോസ്റ്റൽ ടൈപ്പ് ഒരു ഹൊറർ മൂവിയൊക്കെ ഇറങ്ങിയിട്ടുള്ള കുറച്ച് ചുരുക്കമാണെന്ന് തോന്നുന്നു. അടികപ്പേര് കുട്ടമണിയും നമ്മുടെ രോമാഞ്ചം അങ്ങനത്തെ കുറച്ച് സിനിമകളൊക്കെ എനിക്ക് ഇറങ്ങിയിട്ടുള്ളതെന്ന് തോന്നുന്നു. അതുകൊണ്ട് നല്ല പ്രതീക്ഷയുണ്ട് ഈ സിനിമയിൽ. കോമഡി ആയിരിക്കാൻ സാധ്യതയുണ്ട്. കണ്ടിട്ട് പറയാം. എന്തായാലും ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഇൻ്റർവെല്ലായിട്ട് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറയാം ഈ സിനിമയുടെ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മുടെ കുറേ യൂട്യൂബേഴ്സ് ഉണ്ട്, നമ്മുടെ അല്ല മീൻസ് ടീംസ് ഉണ്ട്, കുഡോസ് ഫ്രണ്ട്സിൽ ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ സാഗർ, സൂര്യ, ഗണപതി. അപ്പോൾ അവരൊക്കെ വരുമ്പോൾ ഒരു വേറെ ലെവൽ വൈബായിരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇൻ്റർവെല്ലായിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. അങ്ങനെ കേസ് പടം ഇൻ്റർവെല്ലായിട്ടുണ്ട്. എന്ത് പറയാം, എനിക്ക് ഇൻ്റർവെൽ ഒരു കണ്ടപ്പോൾ വലിയ കുഴപ്പമില്ല, എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു സിനിമ. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്റ്റൽ ടൈപ്പ് മൂവി, അതിൻ്റെ ഹോസ്റ്റലിൽ നടക്കുന്ന ഒരു പ്രേത കഥ. പക്ഷേ ഇതിനകത്തൊരു വെറൈറ്റി ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പ്രേതത്തിൻ്റെ കോൺസെപ്റ്റ് കാണിച്ചിരിക്കുന്ന പറഞ്ഞാൽ ഒരു വേറെ വെറൈറ്റി രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ വന്നിട്ടില്ല. പക്ഷേ ഈ ഹോസ്റ്റലിലുള്ള പ്രേത സിനിമ വന്നിട്ടുണ്ട്. നമ്മുടെ അടികപ്പേര് കുട്ടമണി, നമ്മുടെ രോമാഞ്ചം, അതും ഒരു ഹോസ്റ്റൽ ബാച്ചുലർ ലൈഫിൻ്റെ ഒരു ടൈപ്പ് ഒരു ഹൊററില്ല. പക്ഷേ ഇതും ആ ഹോസ്റ്റലിലാണ് പ്രേതം കാണിച്ചിട്ടുള്ളത്. പക്ഷേ ഒരു വേറെ വെറൈറ്റി രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. അതും കൊള്ളായിരുന്നു. അത് നല്ല. പിന്നെ അതുപോലെ തന്നെ മെയിൻലി ഇത് എടുത്ത് പറയുന്ന ഡയറക്ഷനും, നമ്മുടെ ഡയറക്ഷനൊന്നും കുഴപ്പമില്ല. പക്ഷേ ആക്ടിങ് സാഗർ, സൂര്യ ആയാലും നമ്മുടെ ഗണപതി ആയാലും അല്ലമീൻസ് ടീംസ് ആയാലും മറ്റേ കുഡോസ് ഫ്രണ്ട്സിൽ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അല്ലമീൻ ടീമല്ല, അല്ലമീൻ എന്ന് പറഞ്ഞ അയാളുണ്ട്. നമ്മുടെ അല്ലമീൻസ് യൂട്യൂബ് ചാനലിൽ അല്ലമീൻ ഇല്ല, അയാളുടെ ആ പയ്യൻ്റെ ആക്ടിങ് കൊള്ളായിരുന്നു. നല്ല ഒരു കോമഡി രീതിയിൽ കണ്ടിരിക്കാം. ഒരു ഫസ്റ്റ് 2 മണിക്കൂർ 8 മിനിറ്റാണ് നമ്മുടെ പടത്തിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത്. നമ്മുടെ ബുക്ക് മൈ ഷോയിൽ നോക്കിയപ്പോൾ 2 മണിക്കൂർ 8 മിനിറ്റ് ലെങ്ത്ത് വരുന്നത്. അപ്പോൾ 1 മണിക്കൂറാണ് തോന്നുന്നത് ഇൻ്റർവെൽ ഡ്യൂറേഷൻ വരുന്നത്. പക്ഷേ അതുവരെ കണ്ടപ്പോൾ നല്ല എൻ്റർടൈൻമെൻറ്റ് രീതിയില്ല ഉള്ളത്. കുറ്റം പറയാനായിട്ടൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ നമുക്ക് എന്താ പറയുക, ഒരു രോമാഞ്ചം പോലെ ഒരു വൈബ് അടിച്ച് കണ്ടിരിക്കാൻ പറ്റിയൊരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. രോമാഞ്ചത്തിൻ്റെ അത്ര എത്തിയിട്ടുമില്ല, പക്ഷേ വേറെ രീതിയിൽ കണ്ടാൽ നമ്മളൊരു പുതിയൊരു സിനിമ കാണുന്ന പോലെ കണ്ടാൽ പക്ഷേ നമുക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. കാരണം എനിക്ക് കുഴപ്പമില്ല, നല്ല എനിക്ക് എൻജോയ് ചെയ്ത് കാണാൻ പറ്റി. ഫസ്റ്റ് ഹാഫ് ഞാൻ വലിയ പ്രതീക്ഷയില്ലാതെ വന്ന് കണ്ട സിനിമയാണ്. പക്ഷേ കൊള്ളാം. എനിക്കൊരു ഇൻ്റർവെൽ വരെ കണ്ടപ്പോൾ നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട്. കാരണം ആ ഹൊററിൻ്റെ കോൺസെപ്റ്റ് ആയാലും ഹൊററിനെ കാണിക്കുന്ന ചില സീനൊക്കെ ആയാലും ആ മേക്കിംഗ് വൈസൊക്കെ എന്തുകൊണ്ടും കൊള്ളായിരുന്നു. ഇനി സെക്കൻഡ് ഹാഫ് കൂടെ കണ്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. നല്ല രീതിയിൽ കോമഡി രീതിയിലാണ് മൊത്തത്തിൽ ഇപ്പോൾ നമുക്ക് ഫുൾ ഓൺ എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ സിനിമ എന്നാണെങ്കിൽ പറയാം. ഇൻ്റർവെൽ വരെ കണ്ടപ്പോൾ ഇനി ഞാൻ ബാക്കിയും കൂടെ കണ്ടിട്ട് ഞാൻ പറയാം. പക്ഷേ എന്തായാലും ഇൻ്റർവെൽ വരെ കണ്ട സ്ഥിതിക്ക് ഞാൻ പറയുന്നത് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ല, കണ്ടിരിക്കുക. ഫാമിലി ആയിട്ട് ഒന്ന് കാണാൻ പറ്റിയ സിനിമ എന്നാണെങ്കിൽ പറയാം. ചിരിച്ച് മറിയാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഫ്രണ്ട്സുമായിട്ടൊന്നൊക്കെ വന്നാൽ അതിലും വലിയ ചിരി ഇതൊക്കെ ആയിരിക്കും. കാരണം എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇൻ്റർവെൽ കഴിഞ്ഞിട്ടുള്ള ഇനി സെക്കൻഡ് ഹാഫ് കൊണ്ടായിട്ട് ഞാൻ ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. ഇനി OD4 ഞാൻ സിനിമ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇനി മറ്റേ സെക്കൻഡ് ഹാഫ് കൂടെ കണ്ടിട്ട് ബാക്കി എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞാൽ നമ്മുടെ കലാഭവൻ നവാസിൻ്റെ ആക്ടിങ് നല്ല രസമുണ്ടായിരുന്നു. കാരണം നവാസിന് കൊടുത്ത റോൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് എന്തായാലും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഇതിനകത്ത് നവാസ് വരുന്നത് ഒരു ക്യാരക്ടർ റോളായിട്ടാണ് വരുന്നത്. നമ്മുടെ ഗണപതിയുടെ നടൻ്റെ അച്ഛനായിട്ടാണ്, ഗണപതി എന്ന് പറഞ്ഞ പയ്യൻ്റെ അച്ഛനായിട്ടാണ് ഈ സിനിമയ്ക്കകത്ത് വരുന്നത്. കുറച്ച് സീനൊക്കെ ഉള്ളൂ, പക്ഷേ ഉള്ള സീനൊക്കെ നല്ല ഗംഭീരമായിട്ട് കലാഭവൻ നവാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, നമുക്കിനി സെക്കൻഡ് ഹാഫ് കൂടെ കണ്ടിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. അങ്ങനെ കഴിച്ച പടം സെക്കൻഡ് ഹാഫ് കൂടെ കണ്ടു കഴിഞ്ഞിരിക്കുകയാണെന്ന് പറയാം. നമ്മുടെ അതിനകത്ത് പ്രേതമായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മല്ലിക സുകുമാരനാണ്. അപ്പോൾ മല്ലിക സുകുമാരൻ്റെ ആക്ടിങ് നല്ല, ആ പ്രേതത്തിൻ്റെ കോൺസെപ്റ്റൊക്കെ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് പറയാം, എനിക്ക് പടം മൊത്തം ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല. പക്ഷേ രോമാഞ്ചത്തിൻ്റെ അത്ര എത്തിയെന്ന് ചോദിച്ചാൽ അത്ര എത്തിയിട്ടുമില്ല. പക്ഷേ എന്നാലും അടികപ്പേര് കുട്ടമണി എന്നുള്ള സിനിമയുടെ അത്ര എത്തിയെന്ന് ചോദിച്ചാൽ അതും എത്തിയിട്ടില്ല. പക്ഷേ എന്നാലും ഈ ഒരു വെറൈറ്റി രീതിയിൽ ഈ മൂവി കാണാൻ ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ എന്തായാലും ഈ സിനിമ ഇഷ്ടപ്പെടും. നല്ല രീതിയിൽ 2 മണിക്കൂർ 8 മിനിറ്റ് ഉള്ളൂ. ആ 2 മണിക്കൂർ 8 മിനിറ്റും വൈബ് അടിക്കാൻ പറ്റിയ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. നല്ല ഇൻ്റർവെൽ വരെയുള്ള ഹൊറർ രീതിയും കൊള്ളു. അതും കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് ഹാഫിൽ ഹൊററിൻ്റെ സംഭവങ്ങളൊക്കെ കാണിച്ചതും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലൈമാക്സ് ഒക്കെ അപ്പോൾ കുറച്ച് സീനൊക്കെ കൊള്ളായിരുന്നു. കുറേ ഈ പ്രേതത്തിൻ്റെ കാണിച്ച രീതിയെ കൊള്ളായിരുന്നു. പിന്നെ അതങ്ങ് ഓവറായി കുറച്ച് തട്ടിക്കൂട്ടി അവസാനിപ്പിച്ച പോലെ തോന്നി. പക്ഷേ എന്നാലും കുറ്റം പറയാനായിട്ടൊന്നും തോന്നിയിട്ടില്ല. കൊള്ളാം, കണ്ടിരിക്കാൻ പറ്റിയ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. എനിക്കിഷ്ടപ്പെട്ടു, കണ്ടിരിക്കാൻ നല്ല എന്തായാലും ഇഷ്ടപ്പെടും. കാരണം നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. ഇത് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്തായാലും കിട്ടുന്നുണ്ട് ഈ സിനിമയ്ക്കകത്ത്. തിയേറ്ററിൽ തന്നെ ഇരുന്ന് വന്ന വേറൊരു ലെവൽ എക്സ്പീരിയൻസ് എന്തായാലും കിട്ടും. OTT കാണുന്നവർക്ക് OTTയിലും കാണും. പക്ഷേ എന്തായാലും തിയേറ്ററിൽ വന്ന് കാണാൻ വന്ന ആഗ്രഹമുള്ളവർ വന്ന് കാണുക. എന്തായാലും എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. ഡയറക്ഷനായാലും എന്തുകൊണ്ടും കൊള്ളാം, മടുപ്പിച്ചില്ല. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ലാതെ വന്ന് കണ്ട സിനിമയാണ് ഈ പ്രകമ്പനം. അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. വലിയ എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ വന്ന് കണ്ട സിനിമയാണ്, കൊള്ളാം.
അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആ പ്രേതത്തിൻ്റെ കോൺസെപ്റ്റ് വെറൈറ്റിയാണ്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു മലയാളത്തിൽ ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. പ്രേത സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങനത്തെ, പക്ഷേ ഈ ഒരു കോൺസെപ്റ്റിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് തോന്നുന്നത്. എല്ലാവരുടെ ഇതിനകത്തുള്ള ആക്ടിങ്, എല്ലാവരുടെയും ആക്ടിങ് ഗംഭീരമായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ. അടുത്ത സിനിമയുടെ റിവ്യൂ ഒക്കെ മിക്കവാറും ഞാൻ ഇടാം. ഇനിയിപ്പോൾ അടുത്ത മാർച്ച് തൊട്ട് ചറപറ സിനിമയാണ് നമ്മുടെ ആട് 3, ടോക്സിക്, അതുപോലെ തന്നെ ഏപ്രിലിൽ നമ്മുടെ വാഴ 2, ദൃശ്യം 3, ചറപറ സിനിമയാണ് അടുത്ത മാസങ്ങളെല്ലാം. അപ്പോൾ അടുത്ത മാസമൊക്കെ തന്നെ ഇനി ഫുൾ സിനിമ റിവ്യൂസൊക്കെ ആയിരിക്കും ഞാൻ കാണാം. ഇതൊക്കെ ഈ 4 സിനിമയും കാണുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. എന്തായാലും പറ്റുന്ന സിനിമ എനിക്ക് മെയിൻലി ആട് 3, ദൃശ്യം 3 ആണ് മെയിൻലി കാണാൻ താല്പര്യമുള്ളത്. അപ്പോൾ ബാക്കി 2 സിനിമ വാഴ 2, ടോക്സിക് ഞാൻ കാണുകയാണെങ്കിൽ എന്തായാലും റിവ്യൂ എടുത്തിടാം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.